ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാനൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ആദ്യം ചിക്കനാണ്. അപ്പോൾ വറുത്ത ചിക്കനാണ് എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ വറുക്കാനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഒരു ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വരട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ വറുക്കാൻ വെക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിനകത്ത് ഇച്ചിരി കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റട്ടെ. അതിനുശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. പാനപ്പം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്താൽ മതി. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിലാണ് ചിക്കൻ വറുത്തെടുക്കുന്നത്. അപ്പം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കാണാം. ചിക്കൻ ഞാൻ കുറച്ച് ചിക്കനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചിക്കൻ എടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ എല്ലാം വറുത്ത് വെച്ചിട്ട് വെക്കാം. ഇപ്പം ചിക്കൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോള നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന 4 സവോളയാണ്. 4 5 എടുക്കാം. ഞാനൊരു മീഡിയം ടൈപ്പ് 4 സവോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറുത്ത് പോരാം. അപ്പം നമ്മൾ വറുത്ത സവോളയാണ് ഇതിനകത്ത് വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ അല്ലാതെ ഉപയോഗിക്കുന്നില്ല. വറുത്തിട്ടാണ് മുഴുവൻ സവോള എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി അരി വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് നോക്കാം. ഞാനിപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് 4 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്കിഷ്ടം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിച്ചു. പിന്നെ കുക്കറിനകത്താണ് ഞാൻ ബിരിയാണി റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചു. നെയ്യും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് സ്പൈസസ്, അത് നമുക്കറിയാമല്ലോ ബിരിയാണിക്ക് എന്തൊക്കെ സ്പൈസസ് വേണം. അത് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടിക്കണം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ ഒന്നും കഴുകി വെച്ചില്ല, അപ്പോൾ തന്നെയാണ് കഴുകി വെച്ചത്. കഴുകി വെച്ച ബിരിയാണി റൈസിനകത്തോട്ട് 6 ഗ്ലാസ് വെള്ളം ചേർക്കും. ഇത് ബിരിയാണി റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് കുറച്ച് ഒന്ന് മുമ്പോട്ട് നിൽക്കണം. ഒരു ശകലം മുമ്പോട്ട് നിന്നാലേ അത് കറക്റ്റ് പാകമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ അതിന് ബിരിയാണി റെഡിയാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ ഒരു വരട്ടിയ പരുവത്തിന്. ഇപ്പോൾ ഇത് ഞാൻ സവോളയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് ചിക്കൻ കറിക്കകത്ത് ചേർക്കാനായിട്ട്. അപ്പം നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അതിന് ശേഷം അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിഷ്ടമുള്ള ഓയിലൊഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്തത്, ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. അത് ആദ്യം ഫസ്റ്റ് അത് വഴറ്റണം. അത് ചീനച്ചട്ടിക്കകത്തിട്ട് വഴറ്റണം. അതിനുശേഷം അത് നന്നായി മൂത്ത് വരുമ്പം ഞാനിവിടെ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 തക്കാളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിനെടുത്തിട്ട് വഴറ്റണം. തക്കാളി നന്നായി വെന്ത് വരണം. തക്കാളിയും ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടെ നന്നായി പേസ്റ്റ് പരുവത്തിലാകണം. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇപ്പോൾ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഉപ്പ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന സവോള എടുത്ത് പകുതിയിലധികം ഇടാം. പകുതിയിലധികം എടുത്തിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കണം. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ എനിക്ക് ബിരിയാണി മസാല ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചേർക്കുന്നില്ലാത്തവരത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായി മൂത്ത് വരണം. നന്നായിട്ട് വഴറ്റണം. നല്ല മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് പുളി അധികം ഇല്ലാത്ത തൈര് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് പുളിയുള്ളത് വേണ്ട. അപ്പം ഇവിടെ ഒത്തിരി പുളിയുള്ളതല്ല കിട്ടുന്നത്. അപ്പം ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, പുളിയില്ലാത്ത തൈര്. ഒരു 2-3 സ്പൂൺ ഇടാം. 2-3 സ്പൂൺ ഒഴിക്കാം. ആവശ്യത്തിന്. ഒരുപാട് പുളി കൂടിപ്പോലെ. പുളിയുള്ള തൈരാണ് ഇത്ര ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇത്ര പുളിയില്ലാത്തതാണ്. അപ്പോൾ അത് നന്നായി യോജിപ്പിക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി ഒരുപാട് ഗ്രേവി ഇല്ലാത്തൊരു
ഇങ്ങനെ വരണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത്. ഇതാണ് വേണ്ടത്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി. കുറച്ച് ഗ്രേവി മതി, പിന്നെ ഒത്തിരി ഗ്രേവി ആവശ്യമില്ല ഈ ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. അപ്പം നമുക്കിനി ബിരിയാണി ദം ചെയ്യാൻ വെക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതെൻ്റെ പാത്രം. ഞാനപ്പോൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ബിരിയാണിയുടെ ചിക്കൻ മസാല കുറച്ച് അടിയിലിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ചോറിടാം. അതിനുശേഷം അതിനകത്തോട്ട് കാഷ്യൂം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും ഒക്കെ ഇട്ടൊന്ന് മുകളിൽ ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം ഒരു ലെയറും കൂടെ ഞാൻ ബിരിയാണിയുടെ ചിക്കൻ ഇടുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചോറിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദം ചെയ്ത് വെക്കാം. മാവ് വെച്ച് ദം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഗാർണിഷ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു 10-15 തൊട്ട് 20 മിനിറ്റൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വെക്കുന്ന എത്ര സമയം വെക്കുന്ന അത്ര നല്ലതാണ്. അപ്പോൾ അത്രയും ടൈം വെച്ചിട്ട് ബിരിയാണി നല്ല അടിപൊളിയായിട്ട്